നമസ്കാരം. കേരളത്തിലെ ആദ്യത്തെ വാഹന അപകടത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. 1914 സെപ്റ്റംബർ 20 കേരളത്തിലെ ആദ്യത്തെ വാഹന അപകടം നടന്നതായിട്ട് രജിസ്റ്റർ ചെയ്ത റിപ്പോർട്ട്, പോലീസ് രജിസ്റ്റർ ചെയ്ത റിപ്പോർട്ടാണ്. കായംകുളത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാവുന്നത്. കായംകുളത്തിലെ കുറ്റിത്തെരുവ് എന്നറിയപ്പെടുന്ന ജംഗ്ഷനിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ കാറിൽ സഞ്ചരിച്ചിരുന്നത് രാജകുടുംബ അംഗവും മഹാകവിയൊക്കെ ആയിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാനും AR രാജരാജവർമ്മയും പരിചാരകനും ആണ് സഞ്ചരിച്ചിരുന്നത്. എല്ലാ വർഷവും പതിവായിട്ട് വൈക്കം ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോവുക പതിവായിരുന്നു കേരളവർമ്മ വലിയ കോയി തമ്പുരാനും. അന്ന് അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിലേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് വൈക്കം ക്ഷേത്രത്തിലേക്ക് എത്തി തൊഴുത് പതിവ് നടത്തുന്ന വഴിപാടൊക്കെ നടത്തി കുടുംബാംഗമായ അംബിക, അംബാലിക എന്നിവരുമായി അന്ന് ചെലവഴിച്ച് അടുത്ത ദിവസം രാവിലെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയായിരുന്നു ചെയ്തത്. കായംകുളത്തിലെ കുറ്റിത്തെരുവെന്ന ജംഗ്ഷനിൽ വെച്ച് ഒരു നായി കുറുകെ ചാടിയതിന്റെ ഫലമായി ഡ്രൈവർ കാറ് വെട്ടിത്തിരിച്ചതിന്റെ ഫലമായി ഒരു കുഴിയിലേക്ക് മറിയുകയാണ് ചെയ്തത്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഇരുന്ന ഭാഗം കുഴിയിലേക്ക് മറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേൽക്കുകയും സെപ്റ്റംബർ 20 സംഭവം നടന്നെങ്കിലും 22 സ്വവസതിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യും, നാട് നീങ്ങുകയും ചെയ്യും. AR രാജരാജവർമ്മ കുറച്ചു ദിവസങ്ങൾ ചികിത്സയിലിരിക്കെ അദ്ദേഹവും മരണപ്പെട്ടു. ഡ്രൈവർ പരിക്കുണ്ടായിരുന്നു. വലിയ പരിക്കുകളൊന്നുമില്ലാതെ പരിചാരകരും ഡ്രൈവറും ഒക്കെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.